പക്ഷേ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ. പിന്നെ പറയാം. നിങ്ങള് ഇന്നത്തെ ക്യാപ്ഷൻ കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വിശ്വസിക്കുന്നവർ ലെസ് എന്ന് ടൈപ്പ് ചെയ്തോളൂ. മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ. യെസ് 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 യെസ്. ഇവിടെ ഞാനൊരു 3 കാര്യം ചോദിച്ചാൽ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കണം, മനസ്സിൽ ശ്രദ്ധിച്ച് ഉത്തരം പറയണേ. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കാണുന്ന നിങ്ങൾ ആൾക്കാർ, ആ യൂട്യൂബ് വീഡിയോ കാണുന്നവരുടെ എല്ലാം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നോക്കിയേ, അവിടെ ഒന്ന് റെഡി ആണോ നോക്കിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കട്ടോ. രണ്ടാമത്തെ കാര്യം, താഴെ കമന്റ് ചെയ്യണം. നിങ്ങൾ എന്താണോ നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ എന്ത് ആണ് തോന്നുന്നത്, അതൊന്ന് കമന്റ് ചെയ്യുക. ഹാപ്പി ആൻഡ് റെഡി മാത്രം, ശുഭാപ്തി വിശ്വാസം ശുഭചിന്തകളും എന്നല്ലാതെ ഉണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അവസ്ഥ എന്താണ്, ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥ എന്താണ്, അത് നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങളുടെ പേര് എഴുതണം, കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ അനുഭവം വരുന്നുണ്ട്. അവർ പേരുകളൊക്കെ ഞാൻ കമന്റുകളൊക്കെ നോക്കും. നല്ല കമന്റുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണല്ലോ. അപ്പൊ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഉള്ള കമന്റും കൂടി കാണുമ്പോഴാണ് നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റുക, നിങ്ങളെ എനിക്ക് അറിയാൻ പറ്റുക. അപ്പൊ നിങ്ങൾക്ക് എന്നെ അറിയുന്ന പോലെ തന്നെ എനിക്ക് നിങ്ങളെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അതല്ലേ എപ്പോഴും ലൈഫ്, ഗീവ് ആൻഡ് ടേക്ക് ആണല്ലോ. നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പോഴാണല്ലോ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അങ്ങനെ അറിയുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനലിൽ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം. എനിക്ക് പണം മതി എന്ന് പറഞ്ഞിട്ടില്ലാത്തവർ ഉണ്ടോ ഇവിടെ? പണം മതി എന്ന് പറഞ്ഞിട്ടില്ലാത്തവർ? അതെ, പണം മാത്രം മതി. ഞാൻ വെച്ചാൽ പണം മാത്രം അല്ല, സോറി, പണം മതി എന്ന്, ഇത് ഇത്രയും മതി എനിക്ക് പണം എന്ന് പറഞ്ഞിട്ടില്ലാത്തവരാരെങ്കിലും, അല്ലെങ്കിൽ മനസ്സ് ശാന്തമാകണമെന്ന് ആഗ്രഹിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം യെസ്, അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, എനിക്ക് മനസ്സ് ശാന്തമാണെന്ന് ആഗ്രഹമൊന്നുമില്ല, അല്ലെങ്കിൽ പണം എനിക്ക് മതി എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ജീവിതം ഒന്ന് മാറിയെങ്കിൽ എന്ന് ചിന്തിച്ചവരുണ്ട്. ഉണ്ടല്ലോ, ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ? നാം എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും നടന്നില്ല. ഇത് ശരിയാണോ? ഇത് നിങ്ങൾക്ക് പരിചിതമായ വാക്കാണ്. ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും നടന്നില്ല. ഇവിടെയാണ് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന കാര്യവും ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന തത്വവും ഒരു ഒരു ടെക്നിക്കും ഇതിനകത്ത് ഉള്ളൊരു കാര്യമാണ്. നമ്മൾ ശ്രമിച്ചു പക്ഷെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുമോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? ആ വാക്ക് നമുക്ക് ആവശ്യമാണോ? ഇല്ല എന്ന് തന്നെ കൃത്യമായി പറയേണ്ടി വരും. ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുമുണ്ടാവും. പക്ഷെ ശ്രമിച്ചു എന്നതിനല്ല, എങ്ങനെ ശ്രമിച്ചു, ഏത് രീതിയിൽ ശ്രമിച്ചു, എന്താണ് ശ്രമിച്ചത് എന്നതാണ് പ്രാധാന്യം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഇത്രേ കാര്യമുള്ളൂ. ഒറ്റ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ശ്രമപരമായിട്ട് മാത്രം നടന്നിട്ടുള്ളതാണ്. വ്യത്യസ്തമായി ശ്രമിച്ചെങ്കിൽ വ്യത്യസ്തമായി നടന്നു. എന്തായാലും ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് ശരിയായതാണോ തെറ്റായതാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് നമ്മൾ ശ്രമിക്കുന്ന രീതി അനുസരിച്ചിരിക്കും. ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ വെറുതെ വന്ന് പോയിട്ടേ ഉണ്ടാവില്ല എന്നുള്ള സത്യമായ കാര്യമാണ്. കാരണം മനസ്സിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. മനസ്സിന്റെ ദിശ മാറ്റുന്ന അവസ്ഥയാണ് ഈ ശ്രമം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ശ്രമിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് എന്താണോ വേണ്ടത് അത് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് വേണ്ടതിലേക്കുള്ള പരിശ്രമം നടത്തിയാൽ മാത്രമാണ് വേണ്ടത് നടക്കുന്നത്. നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ വേണ്ടതിനെയല്ല പരിശ്രമിക്കുന്നത്, വേണ്ടാത്തതിനെ പറ്റിയിട്ടായിരിക്കും എന്നുള്ളതാണ്. ഇതാണ് വ്യത്യസ്തമായ കാര്യം. ഇതാണ് എപ്പോഴും നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന മനസ്സിന്റെ ദിശ മാറ്റുന്ന ഒരു 68 സെക്കൻഡ് പരിശീലനത്തെ പറ്റിയിട്ടാണ്. വെറും 68 സെക്കൻഡ് കൊണ്ട് മനസ്സിന്റെ ദിശ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് മനസ്സിന്റെ ദിശ മാറ്റാൻ പറ്റും? എവിടേക്കാണോ വേണ്ടത് അവിടേക്ക് മാറ്റിയാൽ മാത്രം മതി. മറ്റൊന്നും ചെയ്യേണ്ടതില്ല. നമുക്ക് എവിടെയാണോ വേണ്ടത് അതിലേക്ക് മാറ്റാം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുന്നത് എന്താണ്? ഏത് ഘടകമാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്? ഇതെല്ലാവരും മനസ്സിലാക്കി വെക്കണം.
നമുക്ക് മൂന്ന് തരത്തിലുള്ള മൈൻഡ് ഉണ്ട്. പക്ഷെ പ്രധാനമായിട്ട് 2 തരത്തിലുള്ള മൈൻഡുകളെ പറ്റി മാത്രം മനസ്സിലാവും. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, ബോധ മനസ്സും, ഒന്ന് അബോധ മനസ്സും. നമ്മൾ ബോധ മനസ്സിൽ പറയുന്നു, എനിക്ക് പണം വേണം, അല്ലെങ്കിൽ എനിക്ക് സമാധാനം വേണം, എനിക്ക് സന്തോഷം വേണം, എനിക്കത് വേണം, എനിക്കിത് വേണം. ഇതൊക്കെ നമ്മൾ ബോധ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ബോധ മനസ്സല്ല. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് അബോധ മനസ്സാണ്, അല്ലെങ്കിൽ ഉപബോധ മനസ്സാണ്. സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ എനിക്ക് പണം വേണം, എനിക്കത് വേണം, എനിക്കിത് വേണം, എൻ്റെ ആഗ്രഹം ഇതാണ്, ഇതൊക്കെ നമ്മൾ ബോധപൂർവം പറയുമ്പോഴും അകത്തുറച്ചിരിക്കുന്ന ഉപബോധ മനസ്സിലുള്ള പ്രോഗ്രാം എന്താണ്? എനിക്ക് പണം കിട്ടാൻ യോഗ്യതയില്ല, എനിക്കത് ലഭിക്കാൻ യോഗ്യതയില്ല, അതെങ്ങനെ കിട്ടും, ഇതെങ്ങനെ കിട്ടും, ആ ജോലി എങ്ങനെ കിട്ടും, അത് കിട്ടിയാൽ എങ്ങനെ ചെയ്യും? ഇതാണ് ഉപബോധ മനസ്സിലുള്ള അവസ്ഥ. അപ്പൊ ആരായിരിക്കും വിജയിക്കുന്നത്? ബോധ മനസ്സായിരിക്കും, ഉപബോധ മനസ്സ്? ഒന്ന് ടൈപ്പ് ചെയ്തേ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആരാണ് വിജയിക്കുന്നത്? ബോധ മനസ്സ് വിജയിക്കോ, ഉപബോധ മനസ്സ് വിജയിക്കോ? ബോധ ബോധ മനസ്സ് വിജയിക്കും എന്ന് പറയുന്നവർ ഒന്ന് ടൈപ്പ് ചെയ്യൂ. ഉപബോധ മനസ്സ് വിജയിക്കും എന്ന് പറയുന്ന 2 ടൈപ്പ്. എല്ലാവരും പെട്ടെന്ന് ചീക്ക. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. എല്ലാ ദിവസവും ഞാൻ കഷ്ടപ്പെടുന്നു, ഫലമില്ല. എല്ലാ ദിവസവും ഞാൻ ശ്രമിക്കുന്നു, ഫലം ലഭിക്കുന്നില്ല. കാരണം എന്താണ്? യെസ്, ടൈപ്പ് 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 ടൈപ്പ്. നമ്മുടെ നിയന്ത്രിക്കുന്നത് നമ്മൾ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ്. അപ്പോൾ ഞാൻ ബോധ മനസ്സിൽ പറയുന്നു, എല്ലാ ദിവസവും ഞാൻ കഷ്ടപ്പെടുന്നു. ഉപബോധ മനസ്സ്, കഷ്ടപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. ഉണ്ടോ? ഉപബോധ മനസ്സ് പറയും, എന്തിനാ കഷ്ടപ്പെടുന്നത്? താല്പര്യമില്ല. ക്ലോസ്. ആ സംഭവം കഴിഞ്ഞോടെ. ഞാൻ എല്ലാ ദിവസവും ശ്രമിക്കുന്നു. അപ്പൊ ഉപബോധ മനസ്സ് എന്തിനിപ്പോ ശ്രമിക്കുന്നത്? ആവശ്യമില്ല. അവിടെയാണ് മനസ്സിന്റെ പ്രോഗ്രാമിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എല്ലാ ദിവസവും കഷ്ടപ്പെടുന്നതല്ല, എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നു. അത്രമാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ബോധ മനസ്സിൽ പറയേണ്ടത് എല്ലാ ദിവസവും ഞാൻ അതിനുവേണ്ടി ചെയ്യുന്നു. ആക്ഷൻ. അപ്പൊ ബോധ മനസ്സ് എന്ത് പറയും? ഓക്കെ, ആക്ഷന്റെ കൂടെ നിൽക്കും. നമുക്കിവിടെയുള്ള പ്രശ്നങ്ങളിൽ 70% എന്ത് ഫിസിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ആണോ, അല്ല മെന്റൽ ആയിട്ടുള്ള പ്രോബ്ലം? നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും 70% പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മെന്റൽ ആയിട്ടുള്ള വിഷയങ്ങളാണ്, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള വിഷയങ്ങളാണ്. അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്, യാതൊരു തർക്കമില്ല. ഫിസിക്കൽ പ്രോബ്ലം ഉണ്ട് കുറച്ചൊക്കെ, ഇല്ല എന്നല്ല, വേദനകളൊക്കെ ഉണ്ട്. പക്ഷെ വേദനകൾ ഉണ്ടാകുമ്പോഴും എവിടെയാണ് ഏറ്റവും കൂടുതൽ ഇമോഷൻ ഉണ്ടാകുന്നത്? മനസ്സിലാണ്. ചെറിയ വേദന കാലിലുണ്ടെങ്കിൽ നമ്മൾ വല്ലാതെ മെന്റലി ഡിസ്റ്റർബ് ആവുന്നു. അപ്പോൾ മെന്റലി റൂട്ടിലാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഇരിക്കുന്നത്. ഈ മെന്റൽ റൂട്ടിനെയാണ് നമുക്ക് മാറ്റേണ്ടത് എന്നുള്ളതാണ്. ഇവിടെയാണ് 60 സെക്കൻഡ്സിന്റെ ലൈഫ് ഷിഫ്റ്റിംഗ് ആക്ടിവിറ്റിയെ പറ്റിയിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയുന്നത്. ഞാൻ വളരെ ചെറുതായിട്ട് പറഞ്ഞുതരാം. 68 സെക്കൻഡ് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. എന്തുകൊണ്ട് 68 സെക്കൻഡ് എന്നും പറഞ്ഞുതരാം. അത് നിങ്ങൾ എന്താണോ ആവശ്യമുള്ളത്, അത് 68 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. മൈൻഡിന്റെ പ്രോഗ്രാമിന്റെ ഒരു മെത്തേഡാണിത്. 60 മുതൽ 90 സെക്കൻഡ് വരെയുള്ള സമയത്തേക്ക് നിങ്ങൾക്ക് എന്തിനെ മനസ്സിനെ ഫോക്കസ് ചെയ്യാം, എന്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു, ആ സംഭവം, അതായത് മനസ്സിനെ ഫോക്കസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ എവിടേക്കാണ് നിർത്താൻ പറ്റുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും.